നമസ്കാരം. ഞാൻ സരിദാസിനെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിന്റെ പ്രചാരണ ഭാഗമായി നടത്തുന്ന ഒരു കഥ പറയാം എന്ന വിഭാഗത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെ എഴുതിയ രുപാലി എന്ന ചെറുകഥയാണ്. കഥ തുടങ്ങുന്നത് ഒരു ഹിന്ദി ഗാനത്തോടെയാണ്. അജീബ് ദാസ്താ ഹേ കഹാ ശുരു കഹാ ഖതം. വിചിത്രമായ ജീവിത വഴികൾ, എവിടെ തുടങ്ങുന്നുവെന്നോ എവിടെ അവസാനിക്കുന്നുവെന്നോ നിശ്ചയമില്ലാത്തവ. അതെ, ഇതിലെ പ്രധാന കഥാപാത്രമായ രുപാലിയുടെ ജീവിതവും യാതനകളുടെയും ശരീരം നുറുങ്ങുന്ന വേദനകളുടെയുമായിരുന്നു. അതിന് പ്രധാന കാരണം അവർ 3 പെൺമക്കളുടെ അമ്മയാണ് എന്നതായിരുന്നു. ഉത്തർപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിൽ തന്റെ സ്ത്രീജന്മത്തെയും പെൺമക്കളെയും പഴിച്ചുകൊണ്ട് തന്നാലാവുന്ന ജോലി ചെയ്തുകൊണ്ട് മക്കളെ പോറ്റിക്കൊണ്ടും ജീവിതം തള്ളി നീക്കിയിരുന്ന രുപാലി ഒരു ദിവസം അവിടുത്തെ ഒരു തുണിക്കടയിൽ ചില്ലുകൂട്ടിനകത്ത് ആദ്യമായി അവൾ കണ്ട മനോഹരമായ പ്രതിമ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ചമേലിയെ ഓർക്കാൻ കാരണമാകുന്നു. അവളുടെ കടിഞ്ഞൂൽ പെൺകുഞ്ഞിനെ ഗോതമ്പ് മണികൾ വായിലിട്ട് അമ്മായിയമ്മ കൊന്നതോടെ മാനസിക നില തെറ്റി ആത്മഹത്യ ചെയ്ത ചമേലി രുപാലിയുടെ ഹൃദയത്തിലെ വേദന നിറഞ്ഞ മുറിവാണ്. ലഡ്കി ഹേ ലഡ്കി രോനേതോ, പെൺകുഞ്ഞാണ് കരഞ്ഞോട്ടെ എന്ന അമ്മായിയമ്മയുടെ പുച്ഛം നിറഞ്ഞ പറച്ചിൽ രുപാലി ഓർത്തെടുത്തു. സാധാരണ ദിവസങ്ങളിൽ എല്ലുമുറിയെ പണിയെടുത്ത് ഭർത്താവിന്റെ ദേഹോപദ്രവവും സഹിക്കുന്ന അവൾക്ക് മാസത്തിലെ 4 ദിവസം അശുദ്ധിയാണ്. അന്ന് അവളുടെ കൈകൊണ്ട് പാകം ചെയ്യുന്ന ഭക്ഷണത്തിനും അശുദ്ധിയാകും. ആ ദിവസങ്ങളിൽ മാത്രമാണ് ആ സ്ത്രീ ശരീരം വിശ്രമം എന്തെന്ന് അറിഞ്ഞിരുന്നത്. 3 പെൺകുട്ടികൾ ജനിച്ചത് രുപാലിയുടെ മാത്രം തെറ്റായി കണക്കാക്കുന്ന ഭർത്തൃവീട്ടുകാർ ഒരു ദിവസം അതിഥികൾക്കായി ഒരുക്കിയ മധുരപലഹാരം കുട്ടികൾ കഴിച്ചു പോയതിനാൽ കുട്ടികളെയും രുപാലിയെയും പൊതിരെ തല്ലി രാത്രിയിൽ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്നു. നിരാലംബയായ രുപാലിക്ക് അച്ഛന്റെ സുഹൃത്തായ ബാബ ഒരു മുറി വാടക വീടും ചെറിയൊരു ജോലിയും തരപ്പെടുത്തി കൊടുത്തു. കുറെ നാളുകൾക്ക് ശേഷം മകളുടെ സ്കൂളിലെ അധ്യാപികയുടെ വീട്ടിൽ ജോലിക്കായി പോകുന്നതോടെയാണ് പെൺകുട്ടികളെ കുറിച്ചുള്ള രുപാലിയുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. പെൺകുട്ടികൾ ശാപമല്ല, ഭാഗ്യമാണെന്നവൾ തിരിച്ചറിയുന്നു. ഇതിനിടയിൽ തുണിക്കടയിലെ പ്രതിമയോട് തന്റെ കൂട്ടുകാരി ചമേലിയോടെന്ന പോലെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് രുപാലി. ചിലർ അവൾക്ക് ഭ്രാന്തെന്നു കളിയാക്കി. മകളുടെ 10ാം ക്ലാസ് റിസൾട്ട് വന്ന ദിവസം പത്മ ടീച്ചർ പറഞ്ഞ് അവൾക്ക് മനസ്സിലായി തന്റെ മകൾ നേടിയ വലിയ വിജയത്തെക്കുറിച്ച്. വിദ്യാഭ്യാസത്തിലൂടെ മക്കൾ ജീവിതത്തിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് ടീച്ചർ അവളെ പറഞ്ഞു മനസ്സിലാക്കി. തന്റെ അന്നത്തെ സന്തോഷം ചമേലിയോട് പങ്കിടാനെത്തിയ രുപാലി അറിഞ്ഞത് പ്രതിമയുടെ കൈ പൊട്ടിപ്പോയി എന്ന കാരണത്താൽ വേസ്റ്റ് സാധനങ്ങൾ നിക്ഷേപിക്കുന്ന ഇടത്ത് ഉപേക്ഷിച്ചു എന്നാണ്. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ പ്രതിമയെ കണ്ടെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്റെ സാരി ഉടുപ്പിക്കുമ്പോൾ മക്കൾ അതിനെ പൊട്ടുതൊടിയിച്ച് സുന്ദരിയാക്കുന്നു. ആ സമയം മകൾ തന്റെ റിസൾട്ടിന്റെ സന്തോഷം പങ്കുവെക്കുന്നു. ഏറെക്കാലത്തിന് ശേഷം അമ്മ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത് കണ്ട് മക്കളുടെ കണ്ണു നിറഞ്ഞു. മക്കളെ ചേർത്ത് പിടിച്ച് പുറത്തിറങ്ങിയ രുപാലി കണ്ടു രാവിലെ പല വഴിക്ക് പിരിഞ്ഞു പോയ പറവകൾ ഒരുമിച്ച് കൂടണയാൻ പറക്കുന്ന മനോഹരമായ കാഴ്ച. ഇവിടെ രുപാലി കരുത്തുറ്റ സ്ത്രീയാണെങ്കിലും ദുരനുഭവങ്ങൾ കാരണം പെൺകുഞ്ഞുങ്ങൾ ദൗർഭാഗ്യമാണെന്ന ചിന്താഗതി അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അഭാവം തന്നെയാണ്. ഭർത്തൃവീട്ടിലെ യാതനകൾ സഹിച്ച് എങ്ങനെയും അവിടെ കടിച്ചു തൂങ്ങി ജീവിക്കുക എന്നതല്ല, വിദ്യാഭ്യാസം നേടി സ്വയം പര്യാപ്തത കൈവരിച്ച് ഉൾക്കരുത്തോടെ മുന്നേറാൻ പെൺമക്കളെ പ്രാപ്തരാക്കണമെന്നുള്ള ആശയം പങ്കുവയ്ക്കാനുള്ള ചെറിയൊരു ശ്രമമാണ് രുപാലി എന്ന ഈ ചെറുകഥ. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു രാജ്യം ശാക്തീകരിക്കപ്പെടൂ എന്ന് APJ അബ്ദുൽ കലാം സാറിന്റെ വരികൾ പങ്കുവച്ചുകൊണ്ട് ഞാൻ എന്റെ കഥ പറച്ചിൽ അവസാനിപ്പിക്കുന്നു. നന്ദി.